പണ്ട് എഴുത്തച്ഛൻ രാമായണത്തിൽ അധ്യാത്മരാമായണത്തിൽ എഴുതിയിട്ടുണ്ട്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ. വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം. ഇത് ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ VD സതീശൻ ഇപ്പൊ പുതുതായിട്ട് നടത്തിയിട്ടുള്ള ഒരു നിയമനവും അതിനോടുള്ള നമ്മുടെ മീഡിയ വണ്ണിന്റെ പ്രതികരണവും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി മീഡിയ വണ്ണും എല്ലാവരും കൂടെ ചേർന്ന് എത്ര വലിയ കളിയാണ് കളിച്ചതെന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പലരും അംഗീകരിക്കില്ല, എന്ന് വെച്ചാൽ തൽപര കക്ഷികൾ അംഗീകരിക്കില്ല. അല്ലാത്ത ബോധമുള്ള മനുഷ്യർക്കെല്ലാം നമ്മുടെ കൺമുന്നിൽ നടന്ന സംഭവമാണ്. വരച്ച വരയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഗാന്ധി കുടുംബത്തെയും തോക്കിൻ മുനയിൽ നിർത്തി കാര്യം നേടിയിട്ടുണ്ടല്ലോ. അതുപോലെയാണ് ഇവർ ചെയ്തതെന്നുള്ള കാര്യം നമുക്കറിയാം. VD സതീശനല്ല KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ആണ് മുഖ്യമന്ത്രിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രളയം വരും. VD സതീശൻ തന്നെ വേണം, ജനവികാരം അതായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവരുടെ തള്ളിമറിക്കലുകൾ. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് അവർ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ് ദിവസവും അടുപ്പ് കൂട്ടിയിരുന്ന് ചർച്ചയായിരുന്നു. 3 പേരും കൂടെ തീ കായുന്നത് പോലെ അടുപ്പിന് ചുറ്റും ഇരുന്ന് ചർച്ചയായിരുന്നു. VD സതീശൻ തന്നെ വേണം, അല്ലെങ്കിൽ കോൺഗ്രസിനെ തോൽപ്പിക്കും. ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ വേണുഗോപാൽ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞ സ്പെക്ടാക്കുലർ ഇവന്റ് ആയിരിക്കും എന്നാണ് നമ്മുടെ ദാവൂദ് സാഹിബ് പറഞ്ഞത്. ഇപ്പൊ അതേ ദാവൂദ് സാഹിബ് എന്താണ് പറയുന്നത് നിങ്ങൾ നോക്കൂ. VD സതീശൻ അദ്ദേഹത്തിന്റെ പുതിയ മീഡിയ സെക്രട്ടറി ആയിട്ട് റോയ് മാത്യുവിനെ നിയമിച്ചു. റോയ് മാത്യു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ. അദ്ദേഹം എപ്പോഴും പല മാധ്യമങ്ങളിൽ, പ്രധാനമായിട്ട് ഏഷ്യാനെറ്റിലാണ് അദ്ദേഹത്തെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ചർച്ചകളിൽ വന്നിട്ട്, വിനുവിനൊപ്പം ചർച്ചകളിൽ വന്നിട്ട് തികച്ചും മതേതരമായ നിലപാട് തന്നെയാണ് അദ്ദേഹം പറയാറുള്ളത്. ഈ മുസ്ലിമുകളുടെ കാര്യവും അതുപോലെ ക്രിസ്ത്യാനികളുടെ പക്ഷവും ദളിതരുടെ പക്ഷവും എല്ലാം കൃത്യമായിട്ട് ചാനലിൽ വന്നിട്ട് പറയുന്ന ഒരാളാണ് അദ്ദേഹം. അതിനേക്കാൾ കൂടുതൽ ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം ശ്രദ്ധിക്കാൻ കാരണം ഈ കത്തോലിക്ക സഭയ്ക്കകത്ത് നടക്കുന്ന പല പരിപാടികളെ കുറിച്ചും ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു. കത്തോലിക്ക സഭ പലപ്പോഴും എടുത്തിരിക്കുന്ന നിലപാടുകളെ നിശ്ചിതമായിട്ട് വിമർശിക്കാൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ കണ്ടിരുന്നു. കത്തോലിക്ക സഭയിൽ പലപ്പോഴും ഈ സഭയുടെ കീഴിലുള്ള പല കേന്ദ്രങ്ങളിലും നടക്കുന്ന സ്ത്രീവിരുദ്ധതയും ഈ കത്തോലിക്ക സഭയുടെ സ്ത്രീവിരുദ്ധത എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും റോയ് മാത്യു വളരെ ഉദാത്തമായിട്ടുള്ള, വളരെ ധാർമ്മികമായിട്ടുള്ള, നീതിയുടെ ഒപ്പം നിൽക്കുന്ന നിലപാടെടുത്തുള്ള മനുഷ്യനാണ്. പക്ഷെ ഇതാ നമ്മുടെ ദാവൂദ് സാഹിബിനെ സംബന്ധിച്ച് മൂപ്പര് മുസ്ലിം വിരുദ്ധനായി. മൂപ്പര് ഇസ്ലാമോഫോബിയയുടെ വക്താവാണെന്നാണ് പറയുന്നത്. പലപ്പോഴും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനത്തിനെതിരെ സംസാരിക്കുന്ന ആളാണ് റോയ് മാത്യു. പക്ഷേ VD സതീശൻ അദ്ദേഹത്തെ പ്രസ് സെക്രട്ടറിയായി, മീഡിയ സെക്രട്ടറിയായി നിയമിച്ചതോടുകൂടി അദ്ദേഹം മുസ്ലിം വിരുദ്ധനായി. എന്നിട്ട് ദാവൂദ് സാഹിബ് എന്താണ് പറയുന്നത് എന്താ നിങ്ങൾ കേട്ടോളൂ. ബഹുരസമാണ്. ഈ ഒരാഴ്ച മുമ്പ് വരെ VD സതീശനെ എടുത്ത് ആകാശത്ത് കയറ്റി വെച്ച ആളാണ് ഇപ്പൊ VD സതീശൻ ആള് ശരിയല്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ കേട്ടോളൂ. എനിക്ക് കൗതുകം ഉണ്ടാക്കുന്ന കാര്യം അതല്ല, ഈ ഇന്നലെ നടന്ന നിയമനങ്ങളിൽ വേറൊരു നിയമനം ഉണ്ടായിട്ടുണ്ട്. മീഡിയ സെക്രട്ടറി ആയിട്ട് റോയ് മാത്യു എന്ന് പറയുന്ന ഒരാളെ നിയമിച്ചിട്ടുണ്ട്. ഈ റോയ് മാത്യു എന്ന് പറയുന്ന ആളുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ സർഫേസ് ചെയ്ത് വരുന്നുണ്ട്. എന്താ അതിന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ സാമാന്യമായിട്ട് അങ്ങേറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാഷയല്ല അദ്ദേഹത്തിന്റെ. VD സതീശനെതിരെ പോലും അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് പോലും വളരെ മോശമായ രീതിയിൽ പബ്ലിക് കമന്റുകൾ ഇട്ടിട്ടുള്ള ഒരാളാണ്. ഉത്തർപ്രദേശിലെ ലവ് ജിഹാദ് നിരോധന നിയമത്തിന് സമാനമായൊരു നിയമം ഇവിടെയും വേണ്ടിവരും എന്ന് എഴുതിയ ആളാണ്. അത് എഴുതിയ പശ്ചാത്തലമാണ് അതിനേക്കാൾ കൗതുകകരം. ഈ കേരളത്തിൽ ഈ ലവ് ജിഹാദ് ആട്ടക്കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിട്ടുള്ള, വിദ്വേഷ കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിട്ടുള്ള കൗമുദി പത്രത്തിലെ ഒരു വാർത്താ ക്ലിപ്പിംഗ് എടുത്തു വെച്ചിട്ടാണ് അതിന്റെ മേലാണ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത്. ഈ ഉത്തർപ്രദേശിലെ ലവ് ജിഹാദ് പോലെയുള്ള ഒരു നിയമം ഇവിടെ, ലവ് ജിഹാദ് തടയൽ നിയമം പോലെ ഒരു നിയമം ഇവിടെ വേണ്ടി വരും. അങ്ങേയറ്റം റേഷ്യൽ സ്ലർ എന്ന് പറയാവുന്ന, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വംശീയ പരാമർശം എന്നുള്ള നിലക്ക് സാധാരണ ഉപയോഗിക്കപ്പെടുന്നതാണ്. ഹൂറിമാരുടെ അടുത്തേക്ക് പോകാൻ എളുപ്പമായിരിക്കും. ഈ സ്വഭാവത്തിലൊക്കെ അങ്ങേയറ്റം വൃത്തികെട്ട കമന്റുകൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. കേരളത്തിലെ കുപ്രസിദ്ധമായ ഒരു ഹെയ്റ്റ് ട്യൂബർ ഇദ്ദേഹത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ആദ്യം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സ്ഥാപനത്തിൽ കുറച്ചു കാലം എഡിറ്ററായിട്ട് ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടെന്ന് എനിക്കറിയില്ല. ഇതിനൊക്കെ എന്താ പറയണ്ടേ? ഏതോ ഒരു ഹെയ്റ്റ് ട്യൂബർ റോയ് മാത്യു എന്നെ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് അത് റോയ് മാത്യുവിന്റെ തലയിലിരിക്കട്ടെ. ഇതാണ് ദാവൂദ് സാഹിബിന്റെ ലോജിക്ക്. പിന്നെ പറയുന്നത് എന്താ, ലവ് ജിഹാദിനെ പോലെ ഒരു നിയമം, ഉത്തർപ്രദേശിലെ ലവ് ജിഹാദിനെ നിയന്ത്രിക്കുന്ന നിയമം കേരളത്തിലും വരണമെന്ന്. എന്നാണ് റോയ് മാത്യു പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുള്ളത് റോയ് മാത്യു കൃത്യമായിട്ട് മതേതര പക്ഷം മാത്രം പറയുന്ന ഒരു മനുഷ്യനാണ്. കൃത്യമായിട്ട് മുസ്ലിമുകൾക്ക് വേണ്ടിയും നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയും എല്ലാം, മാത്രമല്ല ക്രിസ്തീയ സഭയ്ക്കകത്ത് നടക്കുന്ന വൃത്തികേടുകളെ കുറിച്ച് അദ്ദേഹം കൂടുതലായിട്ട് പറയാറുണ്ട്. ഈ മുസ്ലിമുകളുടെ മതത്തിനകത്ത് നടക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കുറെ തലകെട്ടുകാരുണ്ടല്ലോ,
അവരുടെ ഇടയിൽ നടക്കുന്ന വൃത്തികേടുകളെ കുറിച്ചൊന്നും അദ്ദേഹം പറയാറില്ല. കാരണം അത് മറ്റൊരു മതത്തിൽ നടക്കുന്ന കാര്യമാണ്. അതിന്റെ കൊറക്ഷൻ വരുത്തേണ്ടത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ്. അതുകൊണ്ട് അതിൽ അദ്ദേഹം ഇടപെട്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം സ്വന്തം സഭയ്ക്കകത്ത് നടക്കുന്ന വൃത്തികേടുകളെ കുറിച്ചും തെറ്റുകളെ കുറിച്ചും അനീതികളെ കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മാന്യമാരി ചെയ്യുന്ന പരിപാടി. ഏതായാലും നമ്മുടെ ദാവൂദ് സാഹിബിന് അത് പിടിച്ചില്ല. മാത്രമല്ല മറ്റൊരു കുറ്റപത്രത്തിലെ മറ്റൊരു കാരണം എന്താ, റോയ് മാത്യുവിനെതിരായിട്ട് റോയ് മാത്യുവിന് ഒരു മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ആയിട്ടിരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ഭാഷ പലപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഭാഷ പലപ്പോഴും ഒരു മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു ലോജിക്ക്, അല്ലെങ്കിൽ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാരണം. ഇത് ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ മീഡിയ വണ്ണോ ഈ ചർച്ചക്കാരോ ഒന്നും പറയില്ല. പക്ഷെ എങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, PK ബഷീർ ഒരു മന്ത്രിയല്ലേ? അല്ലെ? ഈ മീഡിയ സെക്രട്ടറിയേക്കാൾ മാന്യനായിരിക്കല്ലോ മന്ത്രി. മീഡിയ സെക്രട്ടറി ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല ഞാൻ അറിയുന്നവരെ. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളാണ് മന്ത്രി. PK ബഷീർ മന്ത്രിയാണല്ലോ. PK ബഷീറിന്റെ ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിട്ട് ഇപ്പം നടക്കുന്നുണ്ട്, കറങ്ങി നടക്കുന്നുണ്ട്. മൂപ്പരെന്താ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ അത് നേരിട്ട് കേൾപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് കൂടുതൽ മാന്യൻ, ആരാണ് കൂടുതൽ വൃത്തികെട്ട വർത്തമാനം പറയുന്നത്, ആരാണ് നിയമത്തെ വെല്ലുവിളിക്കുന്നതെന്ന്. ഏതാണ് റോയ് മാത്യു നിയമത്തെ വെല്ലുവിളിച്ചതായിട്ട് ഞാൻ കരുതുന്നില്ല. ഇപ്പോ PK ബഷീർ കുറച്ചു കാലം മുമ്പ് എങ്കിലും ആള് തന്നെയാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ള വളരെ സ്തുത്യർഹമായിട്ടുള്ള അല്ലെങ്കിൽ മഹത്തായ വചനങ്ങൾ, ഇദ്ദേഹത്തിന്റെ തിരുവചനങ്ങൾ നിങ്ങൾ കേട്ടോളൂ. മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തത്, അതിന്റെ പ്രസിഡന്റ് നിനക്ക് ഞാൻ പറയുന്നത്, ഈ കേസ് കോടതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ, ഇതിന് എവനെങ്കിലും സാക്ഷി പറയാൻ കോടതിയിൽ എത്തുകയാണെങ്കിൽ അവൻ ജീവനോടെ തിരിച്ചു പോരുകയില്ല. അതിന് കാര്യം യാതൊരു സംശയമില്ല. നിങ്ങൾ ചെയ്തോണ്ട് ബാക്കി ഞാനിട്ടു. നിങ്ങൾ യാതൊരു ബേജാറുണ്ട്. ശങ്കരപ്പണിക്കർ പോയാൽ കാല് വെട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. കീശേരിയിലെ 5 മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരാണ് ആ 302 കേസ് പ്രതി. ഇവിടെ ആലിഞ്ചോട്ടിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർക്ക് കുട്ടികളെ പേര് കൊടുക്കുന്നത് വളരെ കരുതി നിന്നോണ്ട്. കാരണം എന്താ, ലിസ്റ്റ് കൊടുക്കുന്ന പോലീസ് ഇതിൽ കഴിയും. കാരണം ഇന്നത്തെ ഇങ്ങനെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയാണ് ലിസ്റ്റ് കൊടുത്തിട്ട് പോലീസ് ഒന്നും കാണാൻ നായാട്ടെടുത്ത് ഞങ്ങളെ കുട്ടികളോട് പറയാം, ആദ്യം ഞങ്ങൾ നിങ്ങളെയാണ് കൈകാര്യം ചെയ്യും. ആ കൈകാര്യം ചെയ്തതിനു ശേഷം ബാക്കിയുള്ള കാര്യം നമുക്ക് ആലോചിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഈ കേസിന് സാക്ഷി പറയാൻ ഇനി 3 ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിക്കാണ്ട് ഒരു വിജയൻ എന്ന ഒരാൾ കൂടി പേര് കൊടുത്തിട്ടുണ്ട്. ആ വിജയനും ഒരു അധ്യാപകനാണ്. അധ്യാപകനോട് ഞാൻ പറയാം, ഇത് പോയിക്കാട് പറയായിരിക്കും തിരിച്ചു നിന്നുകൊണ്ട് പെരികത്തൂല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായില്ല. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തത്, അതിന്റെ പ്രസിഡന്റ് നിനക്ക് ഞാൻ പറയുന്നത്, ഈ കേസ് കോടതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ, ഇതിന് എവനെങ്കിലും സാക്ഷി പറയാൻ കോടതിയിൽ എത്തുകയാണെങ്കിൽ അവൻ ജീവനോടെ തിരിച്ചു പോരുകയില്ല. അതിന് കാര്യം യാതൊരു സംശയമില്ല. നിങ്ങൾ ചെയ്തോണ്ട് ബാക്കി ഞാനിട്ടു. നിങ്ങൾ യാതൊരു ബേജാറുണ്ട്. യാതൊരു ബേജാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയോടും നിയമ സംവിധാനത്തോടും ഇപ്പോഴത്തെ മന്ത്രിക്ക് എന്തൊരു ബഹുമാനമാണല്ലേ. ഇത് വെറുതെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത സമയത്ത് മൂപ്പര് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇനി പറയാം, ഇങ്ങനെ ഒരുത്തന് മന്ത്രിയായിട്ടിരിക്കാമെങ്കിൽ, ഈ ഭരണഘടന എന്ന് പറയുന്ന സാധനത്തിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായിട്ടിരിക്കാമെന്നുണ്ടെങ്കിൽ ഈ റോയ് മാത്യു ഒക്കെ മഹാത്മാഗാന്ധിയാണെന്ന് ഞാൻ പറയും. മുസ്ലിം ലീഗിനെതിരെ, അതായത് കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള ലീഗുകാർക്കെതിരെ കോടതി സാക്ഷി പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പുരക്കെത്തില്ല എന്ന് വെച്ചാൽ തിരിച്ച് വീട്ടിൽ ചെല്ലാനും മുമ്പ് കൈയും കാലും ഒക്കെ വെട്ടിയെടുക്കുന്നു ആണ് പറഞ്ഞത്. അല്ലെങ്കിൽ ജീവൻ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളി, നമ്മളെ ഏറ്റു ഇക്കാര്യം എന്നാണ് പറഞ്ഞത്. അതായത് എന്ത് വൃത്തികേട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മണി MM മണി 1, 2, 3 എന്ന് പറയുന്ന സംഭവം കേട്ടല്ലോ. ആ സമയത്തും MM മണിയെ തെറി വിളിച്ചവരാണ് ഇവരെല്ലാവരും. MM മണിയെ ചീത്ത വിളിച്ചവരാ. മണി എത്രമാത്രം വെടക്കാണോ, മണി എത്രമാത്രം പ്രശ്നക്കാരനാണോ, ക്രിമിനൽ ആണോ, അത്രയും വലിയ ക്രിമിനലാണ് ഈ പറയുന്നവർ. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഇങ്ങനെയുള്ളവരാണ് റോയ് മാത്യുവിന്റെ ഭാഷയുടെ അതായത് ഗ്രാമർ, അതായത് വ്യാകരണം മോശമാണെന്ന് പറഞ്ഞ് റോയ് മാത്യുവിനെ ചീത്ത വിളിക്കുന്നത്. ഞാൻ കേട്ടിടത്തോളം ഈ റോയ് മാത്യു ഇതുവരെ ഒരു വംശീയതയും പറഞ്ഞിട്ടില്ല. അങ്ങനെ നല്ല മാന്യമായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആവാനുള്ളതിന് അധികം യോഗ്യതയും അതിനുള്ള എക്സ്പീരിയൻസും ഒക്കെ അങ്ങേർക്ക് തൽക്കാലം ഉണ്ട്. ഇനിയിപ്പോ യോഗ്യതയില്ലെങ്കിലും ഈ നാട് സഹിച്ചല്ലേ പറ്റൂ. ഇപ്പൊ നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു മുഖ്യമന്ത്രി എന്ന് ഓർക്കുക. അങ്ങേരുടെ പ്രസ് സെക്രട്ടറി ആയിട്ട് നമ്മുടെ ദാവൂദ് സാഹിബ് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതും കേരളം സഹിക്കണ്ടേ. അപ്പോൾ ഇതുപോലെ എടുത്താ പൊങ്ങാത്ത അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്തതായിട്ട് പലതും ഇനിയും 5 വർഷം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ VD സതീശന്റെ. ഇനിയും പലതും കാണാനുണ്ട് ദാവൂദ് സാഹിബെ. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള, ഞങ്ങൾക്ക് ഇത് കേട്ടുകൂടാ, അതുകൊണ്ട് ആരും പാടിക്കൂടാ എന്നുള്ള അതേ നിലപാട് തന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ രമേശ് ചെന്നിത്തലയെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, KC വേണുഗോപാലിനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇപ്പൊ റോയ് എബ്രാഹിമിനെ അല്ലെ റോയ് മാത്യുവിനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ വയ്ക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി പോയി പറയാൻ കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് ഇനിയിപ്പോ നടക്കാൻ പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്രം പ്രവർത്തിക്കാനല്ലോ UDF ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും ഇനി മുന്നോട്ട് നടക്കും എന്നുള്ളത് തൽക്കാലം അതൊക്കെ ആയിട്ട് ക്ഷമയോടുകൂടി അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നുള്ളതല്ലാതെ പിന്നെ എന്താ ചെയ്യുക?
സുഹൃദക്ഷയം ഹൈ എന്താ കഥ. താങ്ക് യു. ജയ് ഹിന്ദ്.